നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാരോൺ വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയെ രക്ഷിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാവ് നടത്തിയ ശ്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പ്രതിക്ക് വധശിക്ഷ നേടിക്കൊടുത്തത്. സർക്കാരിലും പാർട്ടിയിലും നിർണായക സ്വാധീനമുള്ള നേതാവിന്റെ നിർദ്ദേശപ്രകാരം കേസ് തമിഴ്നാട് പോലീസിന് നൽകാൻ ആലോചനയുണ്ടായിരുന്നു. നടപടി വിവാദമായപ്പോൾ ശ്രമങ്ങൾ മരവിപ്പിച്ചു. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള നേതാവിന്റെ ബന്ധുവാണ് ഗ്രീഷ്മ എന്ന ആരോപണം വ്യാപകമായിരുന്നു. നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് പാറശാല പോലീസ് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തതെന്ന ആരോപണവും ഉണ്ടായിരുന്നു. പാറശാലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് CPM നേതാവാണ്. പാറശാലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഈ നേതാവാണത്രേ. പാറശാല പോലീസ് തുടക്കത്തിൽ വരുത്തിയ വീഴ്ചകൾ പ്രതിഭാഗം മുതലെടുത്തു. ഷാരോണിന്റെ മരണം കൊലപാതകമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ CPM നേതാവിന്റെ സ്വാധീനത്തിൽ കഴിഞ്ഞു എന്നാണ് ആരോപണം. ഇത് തെറ്റായ കേസാണെന്ന വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത്. ഷാരോണും ഗ്രീഷ്മയും തമിഴ്നാട്ടിൽ പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. എന്തോ വിഷം കഴിച്ചു എന്ന് മാത്രമാണ് ആദ്യത്തെ FIR-ൽ ഉണ്ടായിരുന്നത്. ഇത് തയ്യാറാക്കിയത് പാറശാല പോലീസാണ്. അത് ആര് കൊടുത്തതെന്നോ ഏത് വിഷമാണെന്നോ പറഞ്ഞിട്ടില്ല. ഷാരോണും തന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് റാങ്ക് ഹോൾഡറായ ഒരു പെൺകുട്ടിയെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ തെളിവുകൾ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം നൽകിയത് CPM നേതാവായിരുന്നു എന്നാണ് വിവരങ്ങൾ. നേതാവ് എഴുതിയ തിരക്കഥയിൽ ഷാരോണിന്റെ കുടുംബത്തിനെല്ലാം നഷ്ടമായെന്ന് തന്നെ പറയാം. സംസ്ഥാന അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനാണ് പാറശാല. ഇവിടെ നിയമനം ലഭിക്കാൻ ലക്ഷങ്ങളാണ് കൈക്കൂലി നൽകേണ്ടത്. വാറ്റുചാരായം മുതൽ മയക്കുമരുന്ന് വരെ നിർബാധം എത്തുന്ന സ്റ്റേഷനാണ് പാറശാല. മുൻപും നിരവധി കേസുകളിൽ പാറശാല സ്റ്റേഷൻ കുപ്രസിദ്ധി നേടിയിട്ടുണ്ട്. ഷാരോണിന്റെ മരണശേഷം പുറത്തു വന്ന ദൃശ്യങ്ങളും രക്തപരിശോധനാ ഫലവും വരെ ഷാരോണിന്റെ മരണത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിരുന്നു. എന്നിട്ടും മരണമൊഴിയിൽ കൊലപാതക സാധ്യത ചോദിച്ചറിഞ്ഞില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ചെന്ന വിവരം ഷാരോൺ ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് വാട്സാപ്പ് ചാറ്റുകളും വ്യക്തമാക്കുന്നു. ഇരുവരും ഒരുമിച്ച് ജ്യൂസ് കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാമുകിയുമായി ഷാരോൺ രാജ് നടത്തിയ വാട്സാപ്പ് സന്ദേശത്തിൽ കഷായം കുടിച്ച കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാരോൺ പെൺകുട്ടിയോട് പറയുന്നത്. ഡേറ്റ് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതാണ് പ്രശ്ന കാരണമെന്നും ഷാരോൺ പറഞ്ഞിരുന്നു. ജ്യൂസിൽ ചില സംശയങ്ങൾ ഉണ്ടെന്ന് കാമുകി ഷാരോണിനോട് പറയുന്നതും പുറത്തു വന്ന വാട്സാപ്പ് സന്ദേശത്തിലുണ്ട്. പെൺ സുഹൃത്ത് കുടിച്ച കഷായം രുചിച്ചു നോക്കാനാണ് ഷാരോൺ കഴിച്ചത് എന്നാണ് മൊഴിയിലുണ്ടായിരുന്നത്. അമ്മാവൻ കരുതി വെച്ചിരുന്ന കീടനാശിനിയാണ് ഗ്രീഷ്മ ഷാരോണിനുള്ള കഷായത്തിൽ കലർത്തിയത്. ഷാരോൺ വാഷ്റൂമിൽ പോയപ്പോൾ വിഷം കലർത്തുകയായിരുന്നുവെന്ന് പ്രതി പറഞ്ഞതായി പോലീസ് വെളിപ്പെടുത്തി. ഛർദിച്ചപ്പോൾ വിഷം കലർത്തിയ കാര്യം ഷാരോണിനോട് പറഞ്ഞുവെന്നും എന്നാൽ നീ പുറത്തു പറയേണ്ട എന്ന് ഷാരോൺ പറഞ്ഞുവെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നുവെന്ന്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ശാസ്ത്രീയ തെളിവും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് കേസന്വേഷണത്തിൽ പ്രധാന തുമ്പായത്. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പെൺകുട്ടി ഇന്റർനെറ്റിൽ പരതിയെന്നും പോലീസ് കണ്ടെത്തി. മറ്റൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നുമാണ് പെൺകുട്ടി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. MA ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഗ്രീഷ്മ. കഷായം കുടിക്കുമ്പോൾ വളരെ കയ്പാണെന്ന് പെൺകുട്ടി പറയുമ്പോൾ ഷാരോൺ കളിയാക്കുമായിരുന്നുവെന്ന്. അന്ന് കാണാൻ ചെന്നപ്പോൾ കയ്പ് എന്തെന്നറിയണമെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന കഷായം കുറച്ച് ഇയാൾക്ക് കുടിക്കാൻ കൊടുത്തു. ഇതിന് കയ്പാണെന്ന് യുവാവ് പറഞ്ഞപ്പോൾ കുടിക്കാൻ ജ്യൂസ് കൊടുത്തു. ഇത് കുടിച്ച ശേഷം ഷാരോൺ സുഹൃത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഷാരോണിന്റെ കുടുംബത്തിന്റെ പരാതി ലാഘവത്തോടെയാണ് പാറശാല പോലീസ് ആദ്യം എടുത്തത് എന്ന ആരോപണമുണ്ടായിരുന്നു. തുടക്കം മുതൽ ഗ്രീഷ്മയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഷാരോണിന്റെ സഹോദരൻ ആയുർവേദ ഡോക്ടറാണ്. ഗ്രീഷ്മ നൽകിയ കഷായത്തിന്റെ പേര് ആയുർവേദ ഡോക്ടർമാർ ചോദിച്ചുവെങ്കിലും പറഞ്ഞില്ല. ഇതിൽ നിന്നെല്ലാമാണ് ഷാരോണിന്റെ വീട്ടുകാർ ഗ്രീഷ്മയെ സംശയിച്ചത്. എന്നാൽ പോലീസിന് ഒരു സംശയവും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീഷ്മയെ പോലെയുള്ള നല്ല പെൺകുട്ടികൾ കുറവാണെന്നാണ് പാറശാല SI ഷാരോണിന്റെ സഹോദരനോട് പറഞ്ഞതെന്ന്.
പെൺകുട്ടി വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും പെൺകുട്ടിക്കൊപ്പം മറ്റൊരാളെ കൂട്ടിയിരുത്തിയിട്ടുണ്ട് എന്നും SI പറഞ്ഞുവെന്ന്. ഫോറൻസിക് ഡോക്ടർ നൽകിയ മൊഴിയിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരം ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും പാറശാല പോലീസ് ഇതിൽ അട്ടിമറി സംശയിച്ചിരുന്നില്ല. ഇതാണ് സ്വാധീനത്തിന്റെ ഫലം. തമിഴ്നാട്ടിലേക്ക് കേസ് മാറ്റി പ്രതിയെ രക്ഷിക്കാനാണ് CPM ശ്രമിച്ചത്. തമിഴ്നാട്ടിലെ പോലീസിനെ കൈകാര്യം ചെയ്യാം എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ദൈവം വിട്ടില്ല. അതാണ് വധശിക്ഷ തന്നെ പ്രതിക്ക് ഇപ്പോൾ ലഭിച്ചത്. കേരള പോലീസിന് കോടതി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പോലീസ് അന്വേഷണം അതിൽ സമർത്ഥമായി നടത്തി. അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി. സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതുകൊണ്ടാണ് എന്ന് വ്യക്തമാകുകയാണ്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്നു നടക്കുകയായിരുന്നുവെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ല. വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുൻപിൽ പ്രസക്തമല്ല. അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത്. ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയത്. ഷാരോൺ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അയച്ച സന്ദേശത്തിൽ വാവേ എന്നാണ് ഗ്രീഷ്മയെ വിളിക്കുന്നത്. ഗ്രീഷ്മ സ്ഥിരമായി ഷാരോണിനെ വിളിക്കുന്നത് പോലെ ഇച്ഛായ എന്നും. ആ ചാറ്റിലുടനീളം എങ്ങനെയാണ് ഗ്രീഷ്മയെ ഷാരോൺ വിശ്വസിച്ചിരുന്നത് എന്ന് വ്യക്തമാകും. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നും അത് കഷായത്തിൻ്റെതാകും എന്നുമെല്ലാം പ്രതി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഷാരോൺ ആകട്ടെ മരണക്കിടക്കയിൽ പോലും അവളുടെ പേര് പറഞ്ഞില്ല. മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞുവെന്ന് പ്രോസിക്യൂഷൻ വാദത്തിൽ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോകുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ്. ഷാരോണിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്. ഗ്രീഷ്മയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോന്. അവിടെ തന്നെയാണ് കോടതിയുടെ പരാമർശം പ്രധാനമാകുന്നത്. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ കാരണം. ഇല്ലെങ്കിൽ പാറശാല പോലീസും നേതാവും ചേർന്ന് ഗ്രീഷ്മയെ രക്ഷിക്കുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.